എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ, നിമിഷം തോറും ജീവൽ പ്രത്യാശയാൽ നാളുകൾ കഴിച്ചിടും ഞാൻ ഈ മരുവിൽ. നാളുകൾ കഴിച്ചിടും ഞാൻ ഈ മരുവിൽ. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. മാറാജലം ഞാൻ കുടിച്ചിടിലും, മാറാജലം ഞാൻ കുടിച്ചിടിലും, കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും, കൈപ്പേറിയ ദിനമെന്നെ എതിരേറ്റാലും, മാധുര്യമേറിയിടുന്ന നിൻ വചനം, മാധുര്യമേറിയിടുന്ന നിൻ വചനം എന്നാവിനവ അതിമധുരം തന്നെ, എന്നാവിനവ അതിമധുരം തന്നെ. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. മരണയോർദാൻ എനിക്കെതിർപ്പെടുമ്പോൾ, മരണയോർദാൻ എനിക്കെതിർപ്പെടുമ്പോൾ, മരണത്തെ ജയിച്ചവനനുദിനവും, മരണത്തെ ജയിച്ചവനനുദിനവും, മാറാത്തവനായി എനിക്കുള്ളതിനാൽ, മാറാത്തവനായി എനിക്കുള്ളതിനാൽ, ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം, ഹല്ലേലൂയ പാടും ഞാൻ ആ നിമിഷം. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. നിത്യമഹത്വത്തിൻ വാസമോർത്താൽ, നിത്യമഹത്വത്തിൻ വാസമോർത്താൽ, ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു, ആ സന്തോഷമെന്നുള്ളിൽ തിങ്ങിടുന്നു. മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ, മനോവേലനെ നിനക്കെന്തും ചെയ്യുവാൻ, ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ, ഒരുങ്ങി നിന്നിടും ഞാൻ അന്ത്യം വരെ. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. ഈ ലോകസ്ഥാനങ്ങൾ നശ്വരമാ, ഈ ലോകസ്ഥാനങ്ങൾ നശ്വരമാ, എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും, എന്നെണ്ണി ഞാൻ മുൻപോട്ടു യാത്ര ചെയ്യും. ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും, ഒടുവിൽ ഞാൻ പ്രിയന്റെ കൂടെ വാഴും. വാഴ്ത്തി പുകഴ്ത്തിയിടുന്ന പുതുഗാനങ്ങൾ, വാഴ്ത്തി പുകഴ്ത്തിയിടുന്ന പുതുഗാനങ്ങൾ. എൻ വീണ്ടെടുപ്പു നാളേറ്റമടുത്തുപോയി. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. എൻ നിത്യവീടോടു ഞാൻ അടുത്തിടുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അനുഗ്രഹീതരായ ദേവദാസന്മാർക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം. ഈ ലോകത്ത് 70-80 കൊല്ലം ജീവിക്കുന്നു. 70-80 കൊല്ലം എല്ലാ കൂടി വന്നാൽ 100 കൊല്ലം എന്നിരിക്കട്ടെ. എന്തായാലും 70-80 കൊല്ലം ജീവിക്കുന്നു. ഓർത്ത് നോക്കിയാൽ കഷ്ടത മാത്രം. ഓർത്ത് നോക്കൂ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയല്ലേ ഉണ്ടായിട്ടുള്ളൂ. കഷ്ടതകൾ, ദുരിതങ്ങൾ, എന്തെല്ലാം സംഭവ പരമ്പരകളാണ് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്.
ഏതെല്ലാം അത്യാപത്തുകളാണ് മാറിക്കിട്ടിയത്, ഏതെല്ലാം രോഗങ്ങളാണ് മാറിക്കിട്ടിയത്. രോഗങ്ങൾ നാം പ്രതീക്ഷിക്കാത്ത വിധത്തിൽ രോഗം വന്ന് ബാധിച്ചപ്പോൾ അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് ദൈവം മോചനം തന്നത്. ദൈവത്തിന് സ്തോത്രം. ഏതെല്ലാം കുരുക്കളിലാണ് വിട്ടുപോയത്, അതിൽ നിന്നെല്ലാം കർത്താവ് അഴിച്ചഴിച്ച് കുരുക്കഴിച്ച് നമ്മൾ വിടുവിച്ചത്. ഓർത്ത് നോക്കിയാൽ ഒട്ടേറെ നമുക്ക് ചിന്തിക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നിരാശകരമായ സാഹചര്യങ്ങളിലായിരുന്നില്ലേ? ഓരോരുത്തരും ചിന്തിക്കൂ, നിങ്ങൾക്ക് നിരാശയുണ്ടായിരുന്നു, എന്തെല്ലാമോ അസംതൃപ്തി ഉണ്ടായിരുന്നു, നിരാശയുണ്ടായിരുന്നു. കഴിഞ്ഞ ജീവിതത്തിലേക്ക് നോക്കി ചിലതെല്ലാം നിരാശപ്പെടുന്നത്. സ്വത്ത് നഷ്ടപ്പെട്ടതായ കാര്യം നിരാശയുണ്ട്, സ്വത്ത് നഷ്ടപ്പെട്ടു. മക്കൾ നഷ്ടപ്പെട്ടു, നിരാശയുണ്ട്. മക്കൾ മദ്യപാനികളോ അല്ലെങ്കിൽ വേണ്ടാത്ത ജീവിതം നയിക്കുന്നവരായി പോകുന്നു, ഇത് നിരാശയുണ്ട്. ജീവിതം ഏറ്റവും ദുഃഖഭൂയിഷ്ടമായിത്തീരുന്നു. നന്നായിട്ട് ജീവിക്കാവുന്നൊരു കുടുംബമാണ്, നന്നായിട്ട് ജീവിക്കാം. പക്ഷേ ആ കുടുംബത്തിൽ അപ്പനും അമ്മയും ഇന്ന് സമാധാനമില്ലാതെ കഴിയുന്നു. എന്തുകൊണ്ട്? മക്കൾ നാനാവിധമായി പോകുന്നു, മക്കൾ സുഖമില്ലാത്തവരെ പോലെ പോകുന്നു. അവർ കഞ്ചാവിൻ്റെ അടിമകളായിത്തീരുന്നു, അവർ മദ്യത്തിൻ്റെ അടിമകളായിത്തീരുന്നു, അവർ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നു. വേദനയുണ്ട്. ഇവിടെ വേദന മാത്രമേ ഉള്ളൂ. 70 ഏറെയാൽ 80 മാത്രം. അതിൻ്റെ പരിസമാപ്തിയിൽ ആകെയുള്ളത് കഷ്ടത മാത്രം. കഷ്ടത, തിരിഞ്ഞു നോക്കിയാൽ കഷ്ടത മാത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾ പറയട്ടെ, ഈ കഷ്ടതയുള്ള ജീവിതത്തിൽ, ഈ ലോകത്തെ ജീവിതത്തിൽ, കഷ്ടതയുടെ മധ്യത്തിൽ നിങ്ങൾ ക്രൂശിതൻ്റെ തിരുമുഖം കണ്ടുകൊണ്ടിരിക്കണം. ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ കണ്ടുകൊണ്ടിരിക്കണം. ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഉണരും. സ്തോത്രം. യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചിടത്തോളം ഏതാനും സഹിച്ചില്ലല്ലോ. മാത്രം ആളുകൾ, ഒരു വലിയൊരു കൂട്ടം ആളുകൾ ഇതാ ക്രൂശും ചുമന്നുകൊണ്ട് പോകുന്നു, യേശുവിൻ്റെ പിന്നാലെ പോകുന്നു. അത് കണ്ട് ആളുകൾ ചിരിക്കുന്നു, യേശുവിനെ പരിഹസിക്കുന്നു, യേശുവിനെ ആക്ഷേപിക്കുന്നു. ഒരു കാര്യം തെറ്റും ചെയ്യാത്ത യേശുവിനെ അവരെല്ലാം ആക്ഷേപിക്കുന്നു. എല്ലാ ആക്ഷേപവും കേട്ടുകൊണ്ട് ഈ അരക്കുരിശും ചുമന്നുകൊണ്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പടയാളികൾ ഇടയ്ക്ക് ചാട്ടവാറുകൊണ്ട് ആഞ്ഞടിക്കുന്നു. കാരണം ഇടയ്ക്ക് ഒന്ന് വെച്ച് പോയാൽ പടയാളി അടിക്കുകയാണ്. അവർക്ക് ക്രൂരമായ വിനോദമാണ് പ്രതികളെ അടിക്കുക എന്നുള്ളത്. കൊണ്ടുപോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ക്രൂശിതൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക, വേദന ഏറ്റുപിടിച്ചവൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക, വിശ്വാസത്തിന് നായകനും പൂർത്തിവരുത്തനുമായ യേശുവിനെ നോക്കുക. സ്തോത്രം. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ഇവിടെ കണ്ണീരേ ഉള്ളൂ, ഇവിടെ ദുരിതമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ചിന്തിച്ചാൽ കഷ്ടത മാത്രം. പാട്ടുകാരൻ പാടിയല്ലോ, ഭൂമിയിലോർക്കുകിൽ എന്തൊരു സാധ്യം, ഭൂമിയിലോർക്കുകിൽ എന്തൊരു സാധ്യം, സങ്കടം മാത്രമീ ലോക സമ്പാദ്യം, സങ്കടം മാത്രമീ ലോക സമ്പാദ്യം, യേശു മതി മനമേ ദിനവും, യേശു മതി മനമേ. ലോകമറ്റുൽക്കട സങ്കട കടലിൽ, ലോകമറ്റുൽക്കട സങ്കട കടലിൽ, താഴുകിൽ താൻ മതി ജീവിത പടകിൽ, താഴുകിൽ താൻ മതി ജീവിത പടകിൽ, യേശു മതി മനമേ ദിനവും, യേശു മതി മനമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സങ്കടക്കടലിലാണ് ഇതാ ഈ ചെറുതോണി ഇങ്ങനെ ആടി വലഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ചുഴികളുണ്ട്. അവിടെ ചുഴിയിൽ മുങ്ങിപ്പോകുമോ? അയ്യോ, എന്തു ചെയ്യും? അയ്യോ, വലിയ ചുഴിയാണ്, വലിയ കയമാണ്, മുങ്ങിപ്പോകുമോ? സങ്കടക്കടൽ മുങ്ങിപ്പോകുമോ ഭയന്ന്? ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്കുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഹൃദയത്തിലേക്ക് നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ. സങ്കടമല്ലേ ഉള്ളത്? അസംതൃപ്തിയല്ലേ ഉള്ളത്? പല കാര്യങ്ങളിലും മനസ്സിൽ വേദനയില്ലേ? മനസ്സ് നൊമ്പരപ്പെടുന്നില്ലേ? എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും ടെൻഷനാണ്. കൊച്ചു കുട്ടികൾ, അവർക്കും ടെൻഷനാണ്. എന്തിനാണ് ടെൻഷൻ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു കാര്യം പറയാനില്ല. പക്ഷേ അവർക്കും ടെൻഷനാണ്. പഠിത്തത്തെക്കുറിച്ചുള്ള ടെൻഷൻ ആവണമെന്നില്ല, പഠിത്തത്തെക്കുറിച്ചുള്ള ടെൻഷനും കാണും. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് പോലും ഇന്ന് ടെൻഷനാണ്. എല്ലാവരും ഒരു അന്തസംഘർഷത്തിലാണ്. അന്തസംഘർഷം. ദൈവത്തിന് സ്തോത്രം. ചിന്തിച്ച് നോക്കൂ, എവിടെയുണ്ട് സമാധാനം? ആർക്കുണ്ട് സമാധാനം? പറഞ്ഞു തരാം. യേശു ക്രിസ്തു അകത്തുള്ളവന് സമാധാനമുണ്ട്. യേശു ക്രിസ്തു അകത്തുണ്ടെങ്കിൽ, ക്രിസ്തു വാഴുന്നുണ്ടെങ്കിൽ, ഈ ചെറിയ മനുഷ്യൻ്റെ ചെറിയ ഹൃദയത്തിൽ യേശു ക്രിസ്തു വാഴുന്നുണ്ടെങ്കിൽ അവിടെ സമാധാനമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ,
ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ യേശുവിനെ മറക്കരുത്. യേശുവിനെ കൂട്ടിക്കൊണ്ട് വേണമെന്ന് പോകാൻ, യേശുവിനെ ഹൃദയത്തിൽ പെരുക്കൊണ്ടുവേണം പോകാൻ. യേശുവിന് വേണ്ടി നിങ്ങളുടെ ആയുസ് വേർതിരിക്കണം. എല്ലാം യേശുവിന്, എല്ലാം യേശുവിന്. യേശുവേ നിനക്ക് മാത്രം. കർത്താവേ, എനിക്ക് എന്തുണ്ടോ അതെല്ലാം നിൻ്റേതാണ്. എന്തെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം നിൻ്റേതാണ്. എൻ്റേതില്ല കർത്താവേ, എൻ്റേതില്ല. കർത്താവിന് സ്തോത്രം. മുഴുവനായി കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുഴുവനായി കൊടുക്കാൻ തോന്നുന്നുണ്ടോ? ഇത് കൂരിരുൾ താഴ്വരയാണ്, മരണനിഴൽ താഴ്വരയാണ്, മരണനിഴൽ താഴ്വര. ദൈവത്തിന് സ്തോത്രം. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭീതി വരേണ്ട ആവശ്യമില്ല. അയ്യോ, ഞാൻ മരിച്ചു പോയി എന്ത് ചെയ്യും? പേടിക്കണ്ട. ഇവിടെ വെച്ച് യേശു ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. കർത്താവിന് സ്തോത്രം. മരണത്തെക്കുറിച്ച് സിസ്റ്റർ മേരി വിരിഞ്ഞ എഴുതിയ ലോകമേ യാത്ര എന്ന് പറയുന്ന കവിത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരിക്കൽ എവിടെ പാടിയതാണ്. ലോകമേ യാത്ര മരണത്തെക്കുറിച്ചാണ്. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്കു വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്ക് വന്ദനം. പിരിഞ്ഞു പോയിടട്ടെ ഞാൻ ഇനി ശനിക്കുഴപ്പം വേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. ലോകത്തോട് യാത്ര പറയുകയാണ്. ഞാൻ പോവുകയാണെന്ന്. ജനിച്ച നാൾ മുതൽ എന്നെ പരിപാലിച്ച ലോകമേ എന്നോട് യാത്ര പറയുകയാണ്. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്ക് വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്ക് വന്ദനം. പിരിഞ്ഞു പോയിടട്ടെ ഞാൻ ഇനി ശനിക്കുഴപ്പം വേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. ഒരു ഭാവി എനിക്കുണ്ട്. ആ ഭാവിയെ വരിക്കുവാൻ ഞാനിതാ പോകുന്നു. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. ഒരു ദിവസം പോയേ പറ്റൂ. ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിസമ്മതങ്ങളൊന്നും ഫലപ്പെടുകയില്ല. ജഗത്തെയും ലോകത്തെയും ജഡത്തെയും ശരീരത്തെയും വിട്ട് നാം തിരിക്കണം. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണത്. ആകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. തിരിച്ചു വരാത്ത യാത്രയാണ്. ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാം. പെരുമ്പാവൂർക്ക് പോകുന്നു, അല്ലെങ്കിൽ എറണാകുളത്തേക്ക് പോകുന്നു, മൂവാറ്റൂർക്ക് പോകുന്നു, യാത്ര. അവിടെ തിരിച്ചു വരും. തിരിച്ചു വരാനാണ് ഉദ്ദേശം. ഈ യാത്ര തിരിച്ചു വരാത്ത യാത്രയാണ്. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണ് അത്. ആകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. ഇവിടെ നമുക്ക് സുഖമുണ്ട്, കീർത്തിയുണ്ട്, പെരുമയുണ്ട്, പേരുണ്ട്, അഭിമാനകരമായ പല കാര്യങ്ങളുണ്ട്. ധനം സുഖം യശസ് കീർത്തി എല്ലാം ഇതൊന്നും കൊണ്ടുപോവുകയില്ല. ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു തൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. അഹന്ത കൊണ്ട് അഴുക്കുവിടാത്ത പുണ്യം നേടണം. ഞാൻ അഹം എന്ന് പറയുന്നത് അത് ഈ സെൽഫെന്നോ ഇഗോ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അത് തന്നെ. ഇഹത്തിലെ ധനം സുഖം യശസ്സും അഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു തൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. പിന്നെ പറയുന്നത് വലിയ വീരന്മാരെ കണ്ടായിരുന്നു, അവർ പോയില്ലേ എന്നാണ് ചോദിക്കുന്നത്. വീരന്മാർ, സമർത്ഥന്മാർ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ. മഹാവിദ്വാൻമാർ കടന്നുപോയി. ഹോമർ മഹാകവി കടന്നുപോയി. ഹോമർ ജ്ഞാനിയായ ശലോമൻ കടന്നുപോയി. ഉണ്ടായിരുന്നു. ഒരു കാലത്ത് അവർ വീരന്മാരായിരുന്നു. പക്ഷെ പോയില്ലേ. സീസർ ചക്രവർത്തി വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്നു, പോയല്ലോ. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്ക മാറ്റമൊന്നുമില്ലതിൽ നാം പോകും. സ്തോത്രം. സഹോദരങ്ങളെ, നാം പോകും. എല്ലാം വിട്ടു പോകും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ എന്തിനടുത്ത് പറയുന്നത്? നാം ഇന്ന് അതിവേഗം ഒരുങ്ങണം. അതിവേഗം യേശുവിനെ ഹൃദയത്തിലേക്ക് എതിരേൽക്കണം. യേശു അവൻ ആശയോടെ നിൽക്കുകയാണ്, പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. ഈ മകൻ എന്നെ സ്വീകരിച്ചുകൊണ്ട് പോകുമോ? എന്നെയും വഹിച്ചുകൊണ്ട് പോകുമോ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സക്കായി യേശുവിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയി. യേശുവിനെ കൂട്ടിക്കൊണ്ട് കഴിഞ്ഞ കാലം മുഴുവൻ മ്ലേച്ഛതയായിരുന്നു, പണക്കുതിയായിരുന്നു, ദ്രവ്യാഗ്രഹമായിരുന്നു സക്കായിക്ക്, ഹീനമായ ജീവിതമായിരുന്നു സക്കായിക്ക്. കഴിഞ്ഞ കാലം മുഴുവൻ സക്കായിയുടെ ജീവിതം ആളുകൾക്ക് വെറുപ്പുണ്ടാക്കുന്ന ജീവിതമായിരുന്നു. ആളുകളെ, മറ്റേ നാട്ടുകാരെ, സ്വന്തം ജാതിക്കാരെ കുത്തിപ്പിഴിഞ്ഞ് ചുങ്കം പിഴിക്കുന്ന, കരം പിഴിക്കുന്ന രീതിയായിരുന്നു. അവരെ പിഴിഞ്ഞെടുക്കുകയാണ് പാവപ്പെട്ട യഹൂദൻ എന്ത് ചെയ്യും? അവൻ റോമൻ സർക്കാർ നിയമിച്ച ചുങ്കക്കാരൻ
അവൻ യഹൂദന്മാരിൽ തന്നെ ഒരുവനാണ്. അവരുടെ സ്വന്തം ജാതിക്കാരെ അവൻ ഒറ്റ കൊടുക്കുന്ന പോലെയാണ്. സ്വന്തം ജാതിക്കാരെ ഈ ചുങ്കക്കാരൻ പിരിച്ചുകൊണ്ടിരുന്നു, വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു, അന്യായമായി സംഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ യേശു അവൻ്റെ കൂടെ നടക്കുകയാണ്. അവനെയും കൂട്ടിക്കൊണ്ടാണ് യേശു പോകുന്നത്. ഇങ്ങനെ സംഭവിക്കും. നിങ്ങൾ പല തെറ്റുകൾ വന്നവരായിരിക്കാം, പല തെപ്പാവങ്ങൾ വന്നവരായിരിക്കാം. നിങ്ങൾ യേശുവിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ തീരുമാനിക്കുമെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളായിത്തീരും. യേശുവിനെയും കൂട്ടിക്കൊണ്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. യേശുവിനെയും കൂട്ടിക്കൊണ്ട് പോകണം. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ യേശുവിനെയും കൂട്ടിക്കൊണ്ട് പോകണം. കോളേജിലേക്ക് പോകുമ്പോൾ യേശുവിനെയും കൂട്ടിക്കൊണ്ട് പോകണം. നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ യേശുവിനെ കൂട്ടിക്കൊണ്ട് പോകണം. ഓഫീസിലേക്ക് പോകുമ്പോൾ യേശുവിനെ കൂട്ടിക്കൊണ്ട് പോകണം. നിങ്ങൾ ഫാക്ടറിയിലേക്ക് പോകുമ്പോൾ യേശുവിനെ കൂട്ടിക്കൊണ്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തിൽ യേശു വേണം, എപ്പോഴും യേശു. സ്തോത്രം. യേശു മാറാൻ പാടില്ല. യേശു ഉണ്ടെങ്കിൽ എല്ലാറ്റിനും പരിഹാരമുണ്ട് പ്രിയപ്പെട്ടവരെ. സത്യം. ദൈവത്തിന് സ്തോത്രം. ഈ ലോക ജീവിതം താൽക്കാലികമാണ്, താൽക്കാലികമായ ജീവിതം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, കർത്താവ് നമുക്ക് ഇങ്ങനെ വചനം തരുന്നുണ്ടല്ലോ, നമുക്ക് ഒരുങ്ങാനുള്ളതെല്ലാം തരുന്നുണ്ടല്ലോ. കർത്താവ് നമ്മെ തേടി നമ്മുടെ അരിയിലേക്ക് വരികയാണല്ലോ, നമ്മെ തേടിയാണ് വരുന്നത്. ഇവയെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. ആവശ്യമുണ്ട്. യേശു പറയുകയാണ്, എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കെട്ടഴിക്കുന്നത്. ഈ കഴുതയെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. നാം എല്ലാം വാസ്തവത്തിൽ പൊട്ടക്കഴുതകളെ പോലെയാണ്. എന്നാൽ കർത്താവ് പറയുന്നു, മോനെ, നിൻ്റെ സൗന്ദര്യം നോക്കുന്നില്ല, നിൻ്റെ ആകാര സൗഷ്ഠവം നോക്കുന്നില്ല, നിൻ്റെ വിദ്യാഭ്യാസം നോക്കുന്നില്ല, നിൻ്റെ കഴിവ് നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. ഞാൻ നിൻ്റെ ചുമലിൽ വാഹനമേറാം. ദൈവത്തിന് സ്തോത്രം. കഴുത, ബുദ്ധിയില്ലാത്ത കഴുത, ശബ്ദമോ ഏറ്റവും പരുക്കൻ ശബ്ദം, കേൾക്കാൻ ഇമ്പമില്ലാത്ത ശബ്ദം, കഴുതയുടെ ശബ്ദം. കഴുത ചുമട് ചോക്കാനേ അറിയാവൂ. എത്ര ഊതി കൊടുത്താലും ചുമട് ചോക്കും. ഇതുപോലെ ചുമട് ചുമന്ന് നടക്കുന്നവരല്ലേ നാം എല്ലാവരും, അല്ലേ? ചുമട് ചുമക്കുകയാണ്. എന്തെല്ലാം ചുമടാണ് നമുക്ക് ചുമക്കാനുള്ളത്, എന്തെല്ലാം ചുമടുകൾ, ഇല്ലേ? നമ്മുടെ ജീവിതത്തിലെ ചുമടുകളെല്ലാം ചുമന്നിങ്ങനെ വിഷമിച്ച് നടക്കുകയാണ്. ബുദ്ധിയില്ലാത്ത കഴുത, പൊട്ടക്കഴുത. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കഴുതയെയാണ് കർത്താവ് കൃപയാൽ തൻ്റെ വാഹനമായി ഉപയോഗിച്ചത്. നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ വാഹനമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഞാൻ ചിന്തിച്ചുള്ള ധ്യാനമാണ് ഈ പറയുന്നത്. എൻ്റെ മോനെ, എൻ്റെ കൈകൾ 2000 വർഷം മുമ്പ് നിശ്ചലമായി പോയി, ചലിക്കില്ല. എൻ്റെ കണ്ണ് 2000 വർഷം മുമ്പ് അത് അന്ധമായി പോയി, കണ്ണ് കാണുകയില്ല. എൻ്റെ ചെവി അത് കേൾവിയില്ലാതെ പോയി. 2000 വർഷം മുമ്പ് ക്രൂശിൽ തറച്ചപ്പോൾ അതെല്ലാം തീർന്നുപോയി. സ്തോത്രം. എൻ്റെ കൈകളും എൻ്റെ കാലുകളും എല്ലാം തീർന്നുപോയി. എന്നാൽ എനിക്ക് വേണ്ടി എൻ്റെ കൈകളായി നിൽക്കാൻ നിൻ്റെ കൈ തരുമോ? സ്തോത്രം. എനിക്ക് പകരമായി നിൻ്റെ കാലുകൾ തരുമോ? എനിക്ക് പകരമായി നിൻ്റെ ഹൃദയം തരുമോ? എനിക്ക് സഞ്ചരിക്കാൻ നിൻ്റെ ജീവിതം തരുമോ? നിൻ്റെ ഹൃദയം തരുമോ? സ്തോത്രം. അവനെ, നീ എന്നെ സ്വീകരിച്ചാൽ നിനക്ക് ആശ്വാസമാണ്. നീ എന്നെ കൈക്കൊണ്ടാൽ നിനക്ക് സമാധാനമാണ്. നീ എന്നെ കൈക്കൊണ്ടാൽ നിൻ്റെ ജീവിതം ഭാസുരമായി തീരും, എത്രയോ അനുഗ്രഹീതമായി തീരും. ദൈവത്തിന് സ്തോത്രം. മോളെ, നിൻ്റെ ജീവിതത്തിലെ വിരസതകളുണ്ട്, വിരക്തികളുണ്ട്, ദുഃഖമുണ്ട്, യാതനയുണ്ട്, വേദനയുണ്ട്, കഷ്ടപ്പാടുണ്ട്, ക്ലേശങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. മനസ്സ് വാടിപ്പോകുന്ന കാര്യങ്ങൾ ഏറെയുണ്ട്. മനസ്സ് വാടിപ്പോകുന്നു, വാടിയ മനസ്സ്. എൻ്റെ ദൈവമേ, എന്നാൽ നിങ്ങൾ കേൾക്കൂ. നിങ്ങളുടെ വാടിയ മനസ്സിന് ഉന്മേഷം പകരാൻ, നിങ്ങൾക്ക് തെളിമ തരാൻ, നിങ്ങൾക്ക് സ്ഫുടമായ പ്രകാശം തരാൻ യേശു ക്രിസ്തു വരും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ രീതിയിലേക്ക് വന്നിട്ട് ഞാൻ കൂടെ നടക്കാമെന്ന് പറയുന്നു. ഈ സ്നേഹവാനായ യേശു എന്ന് കെഞ്ചുന്ന കാലമാണ്, കെഞ്ചി വിളിക്കുന്ന കാലമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടോ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്ന് എനിക്ക് വ്യക്തമായി കാണിച്ചു തരുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്നു. ആരെയും കർത്താവ് ഒഴിവാക്കിയിട്ടില്ല. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കർത്താവിനറിയാം. യേശു ക്രിസ്തു അറിയാത്തൊരു കാര്യമില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനറിയാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവിനറിയാം, നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിനറിയാം. യേശു ഇന്ന് സ്നേഹത്തോടെ നിൽക്കുകയാണ്. യേശു കോപത്തോടെ എല്ലാം നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ഭാവം സ്നേഹഭാവമാണ്. ചിലപ്പോൾ കോപത്തോടെ നിൽക്കുന്നത് കാണാം. ഇന്ന് യേശു കോപത്തോടെ നിൽക്കുകയല്ല, പാപം ചെയ്യുന്നവരെ നോക്കി കോപത്തോടെ നിൽക്കുകയല്ല. യേശു സ്നേഹിക്കുകയാണ്. സ്നേഹം, യേശു സ്നേഹം. സ്തോത്രം. ഇന്ന് എൻ്റെ സഹോദരങ്ങളെ, ഈ സ്നേഹവാനായ യേശുവിനെ നിങ്ങൾക്ക് എതിരേൽക്കാമോ? ഹൃദയത്തിലേക്ക് എതിരേൽക്കണം, ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതൊരു മഹാഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. അത് ആളുകൾ അധിക്ഷേപിച്ചു കൊള്ളട്ടെ, ആളുകൾ പരിഹസിച്ചു കൊള്ളട്ടെ, പക്ഷേ യേശുവിനെ കിട്ടുന്നത് ഭാഗ്യമാണ്. യേശുവിൻ്റെ തിരക്തം നമ്മുടെ സിരകളിൽ കൂടി പായുന്നത് ഭാഗ്യമാണ്. നമ്മുടെ സിരകളിൽ കൂടി യേശുവിൻ്റെ രക്തം പായുന്നു, നിസ്സാരമല്ലത്. യേശുവിൻ്റെ ഹൃദയം നോക്കി തരുന്നു. യേശുവിൻ്റെ ഹൃദയം നോക്കി തരികയാണ്. യേശുവിൻ്റെ ഹൃദയമുള്ളവരായി നാം തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ഹൃദയം പാവത്തെ വെറുക്കുന്ന ഹൃദയമാണ്. അതാണ് നമുക്ക് തരുന്നത്. എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ മഹാഭാഗ്യത്തിലേക്ക് ഇന്ന് ദൈവം നിങ്ങൾ ക്ഷണിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മരണനിഴൽ താഴ്വര, കൂരിരുൾ താഴ്വര,
കൂരിരുളിൻ്റെ താഴ്വരാം. കൂരിരുട്ടാണ്, ഈ ലോകം മുഴുവൻ കൂരിരുട്ടാണ്. നോക്കൂ, ലോകത്തിലേക്ക് നോക്കൂ, എവിടെയുണ്ട് വെളിച്ചം? അയ്യോ കഷ്ടം. ഒരു കാലത്ത് സുവിശേഷം കൊണ്ട് പ്രകാശിച്ചിരുന്ന നാടാണ് യൂറോപ്പ്. അപ്പോസ്തലനായ പൗലോസ് നടന്ന് സുവിശേഷം പ്രസംഗിച്ച സ്ഥലങ്ങളാണ്. അന്തൊരു ഉണർവായിരുന്നവിടെ. അന്ന് അത്ഭുതങ്ങളോട് നടന്നിട്ടുണ്ട്. ലുസ്ത്രയിലെ കുഷ്ഠരോഗി സുഖപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ നടന്നു. അപ്പോസ്തലൻ നടന്ന നാടുകൾ. ഇന്ന് അവിടെ എല്ലാം ആത്മാവ് ശൂന്യമാണ്, വെളിച്ചമില്ല. കെട്ടിടങ്ങളുണ്ട്, പള്ളികളുണ്ട്. പള്ളികളിൽ നിന്ന് പോകാൻ ആളില്ല. പള്ളികളുണ്ട്. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ അവിടെ കണ്ടു വലിയ പള്ളി, വലിയ മനോഹരമായ പള്ളി, നല്ല കൊത്തുപണികളുള്ള വലിയ പള്ളിയാണ്. ഞങ്ങളത് ചെന്നപ്പോൾ അവിടെ ആരുമില്ല. 1-2 പേരുണ്ട് അവിടെ, ആരുമില്ല. ജോൺ ബനിയൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെയും ആളില്ല. അവിടെ ആരാധനയ്ക്ക് വരാൻ ആളില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ചില പള്ളികൾ മദ്യശാലകളാക്കി വിറ്റു. വേറെ ചിലത് സ്പോർട്സിനും ഗെയിംസിനും എല്ലാമായിട്ട് വിട്ടു. വേറെ ചിലത് സിനിമാശാലകളാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, എന്താണ് പറയുന്നത്? ലോകത്തിൽ അന്ധകാരം വ്യാപിക്കുകയാണ്. അന്ധകാരം വ്യാപിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ധകാരം വ്യാപിക്കുന്നു. നിങ്ങൾ ചെറുപ്പക്കാരെ ഓർക്കണം, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? എന്നെ കൊണ്ട് എന്താ പറ്റുന്നത്? കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഭാഗ്യവശാൽ ഇന്ന് നമുക്ക് വചനം കിട്ടുന്നുണ്ട്. ഈ വചനം പേർക്കൊണ്ട് നിങ്ങൾ ഓടണം. നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാരായി തീരണം. ഇന്ന് കൂരിരുട്ടാണ്, എല്ലായിടത്തും കൂരിട്ടാണ്. കൂരിരുൾ താഴ്വരയാണ്, ദുരിതത്തിൻ്റെ താഴ്വരയാണ്, ദുഃഖത്തിൻ്റെ താഴ്വരയാണ്, കൂരിരുളിൻ്റെ താഴ്വരയാണ്, കൂരിരുളാണ്, മ്ലേച്ഛതകളാണ്. ഇന്ന് കോളേജുകൾ, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ കോളേജുകൾ ഇന്ന് ആഭാസരംഗങ്ങളായി തീരുന്നുണ്ട്. ഇന്ന് നല്ല സ്വഭാവം എന്ന് പറയുന്നത് ചുരുക്കം പേർക്കേ ഉള്ളൂ. നല്ല സ്വഭാവമില്ല. നല്ല സ്വഭാവമുള്ളവരെ പോലും ചീത്ത സ്വഭാവമുള്ളവരാക്കി തീർക്കുന്നു. നല്ല സ്വഭാവത്തോടുകൂടി കോളേജിൽ നിന്നു മറ്റു കുട്ടികൾ പ്രേരിപ്പിച്ച് തിന്മയിലേക്ക് നയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്ധകാരം വ്യാപിച്ചിരിക്കുന്നു. കൂരിരുൾ നിബിഡമായിരിക്കുന്നു. കൂരിരുൾ തിങ്ങിയിരിക്കുന്നു. അനേകം ഭവനങ്ങളിൽ കൂരിരുളാണ്. എന്നും വഴക്ക്, എന്നും പിണക്കം. സ്തോത്രം. അനേകം ഭവനങ്ങളിൽ എന്നും നിരാശയാണ്. എന്നും നിരാശ. മുഖം വാടിയിരിക്കുന്നു. വാടിയ മുഖങ്ങൾ. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. അവിടെയെല്ലാം പ്രകാശത്തിൻ്റെ അത്ഭുത കാര്യം വിളമ്പാനായിട്ട്, പ്രകാശിപ്പിക്കാനായിട്ട് യേശു ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നു. നമ്മെ കർത്താവ് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സൗഭാഗ്യത്തിലേക്ക് നമുക്ക് വരാൻ മനസ്സുണ്ടോ? കർത്താവിൻ്റെ വേല ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടോ? കർത്താവിൻ്റെ വേല ചെയ്യാൻ നമുക്ക് ഇറങ്ങാമോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത്രയും പേര് ഇന്ന് വന്നിരിക്കുന്നു. വലിയൊരു കൂട്ടം ജനം. എനിക്ക് നിങ്ങളുടെ അപേക്ഷയുണ്ട്. നിങ്ങൾ കൂടി വരുന്ന സന്തോഷം, നിങ്ങൾ കാണുന്നത് സന്തോഷം. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. സ്തോത്രം. തീർച്ചയായിട്ടും ഒരുമിച്ച് വസിക്കുന്ന സന്തോഷമാണ്. നിങ്ങൾ ഈ യോഗം കഴിഞ്ഞ് പോകുമ്പോഴും വാസ്തവത്തിൽ ആന്തരികമായി എനിക്ക് ദുഃഖമുണ്ട്, പോകാൻ പറ്റില്ലല്ലോ. പക്ഷേ നിങ്ങളെല്ലാവരും ഉള്ളതാണ് എനിക്കിഷ്ടം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കൂ, നിങ്ങളുടെ കുടുംബങ്ങൾ പ്രകാശത്തിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളാക്കി നിങ്ങൾ തീർക്കണം. പ്രകാശമേതരമായ ആ കുടുംബജീവിതം, സന്തോഷസമന്വിതമായ കുടുംബജീവിതം. ഭാര്യയും ഭർത്താവ് ഒരു ഹൃദയം. സ്തോത്രം. അപ്പനും മക്കൾ ഒരു ഹൃദയം. സ്തോത്രം. അപ്പൻ മക്കളെ സ്നേഹിക്കുന്നു, മക്കൾ അപ്പനെ സ്നേഹിക്കുന്നു. പരസ്പര സ്നേഹം. അവിടെ ചെറുപ്പം വലിപ്പം ഭേദമില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്നൊരു തീരുമാനം എടുക്കാമോ നിങ്ങൾക്ക്? യേശു ക്രിസ്തുവിൽ ഒന്നാകുന്ന ഒരു തീരുമാനം, യേശു ക്രിസ്തുവിൽ ഒന്നായിട്ട് ജീവിക്കുന്നുള്ള തീരുമാനം. എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ ഭർത്താവും ഞാനും ഒന്നായി ജീവിക്കും. ഞാൻ വിട്ടുവീഴ്ച ചെയ്യും. ഞാൻ ക്ഷമിക്കും. ഞാൻ മാപ്പ് ചോദിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിട്ടുവീഴ്ച ചെയ്യും. ഇനി ഞാൻ വഴക്കിലില്ല, ഞാൻ കലഹത്തിനില്ല, ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കും, അവളെ ഞാൻ ആദരിക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഭർത്താവിനെ ഞാൻ ബഹുമാനിക്കും, ഭർത്താവിനെ ഞാൻ ഭയപ്പെടും, ഭർത്താവിനെ ഞാൻ അനുസരിക്കും, ഭർത്താവിനെ കീഴ്പ്പെടും. ദൈവത്തിന് സ്തോത്രം. മക്കൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടിരിക്കും. അവർക്ക് അപ്പോൾ ശരിയെന്ന് തോന്നില്ലെങ്കിലും അവർ വിധേയപ്പെട്ടിരിക്കും. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം ധന്യമാകാൻ പോവുകയാണ്. അനുഗ്രഹം പകരാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് വ്യർത്ഥമല്ല. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് വ്യർത്ഥമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. ആ ത്യാഗം എന്താണ്? ആ ക്രൂശ് മരണത്തിൻ്റെ വില എന്താണ്? ക്രൂശിൻ്റെ അർത്ഥം എന്താണ്? നാം ഒന്നും അറിയുന്നില്ല. നമ്മുടെ ജീവൻ നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ, നമ്മുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകാതിരിക്കാൻ കർത്താവായ യേശു നാം സഹിക്കേണ്ട ശിക്ഷയെല്ലാം ഏറ്റെടുത്തു. എല്ലാം ചിന്തിക്കാൻ വയ്യ. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ യേശു ഏറ്റെടുത്തു. എൻ്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. യേശു എൻ്റെ അരിയിലേക്ക് വന്നിട്ട്, മോനെ ഇതിൻ്റെ തലയിലുള്ള ഭാരങ്ങളെല്ലാം ഇങ്ങോട്ട് തരിക എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ചുമലിലേക്ക് എടുത്തു. എൻ്റെ ചുമലിലുള്ള ഭാരങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. എല്ലാം അങ്ങോട്ട് ഏറ്റെടുത്തു. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.
എൻ്റെ ആശ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ പോകുമ്പോൾ യേശുവിനെയും കൂട്ടിക്കൊണ്ട് പോകണം. നിങ്ങളോട് പോരാൻ യേശുവിന് മനസ്സാണ്. സ്തോത്രം. യേശുവിനെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ പോകണം. യേശു നിങ്ങളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് പോകുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകണം. സ്തോത്രം. നിങ്ങൾ പയ്യെ വീഴാൻ തുടങ്ങുമ്പോഴേക്കും യേശു പിടിച്ച് എഴുന്നേൽപ്പിക്കും. സ്തോത്രം. നിങ്ങൾ അല്പം വഴിതെറ്റി പോയാൽ യേശു ചെറിയ മൃദുലമായി അടി തരും. എന്നിട്ട് നിങ്ങൾ നേരെ വഴിക്ക് നടത്തും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങൾക്ക് മീതെ തണലായി നിൽക്കും. യേശു നിങ്ങൾക്ക് മുൻപേ പിമ്പടയായിട്ട് നിൽക്കും, പടയായിട്ട് സൈന്യമായിട്ട് നിൽക്കും. യേശു നിങ്ങൾക്ക് മുൻപേ നടക്കും. ഞാൻ എൻ്റെ കർത്താവിന് മുമ്പിൽ ഉച്ചരിക്കുന്നു, യേശു മുമ്പേ നടക്കും. യേശു നിങ്ങളുടെ വശങ്ങളിലുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പാർശ്വങ്ങളിൽ യേശു ഉണ്ടാകും. കീഴേ ശാശ്വതകൊണ്ട് ഇങ്ങനെ യേശു നിങ്ങളെ താങ്കം കൂടെ നിങ്ങളെ നടത്തും. സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ മഹാഭാഗ്യം നിങ്ങൾ ലഭിക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. സ്തോത്രം. ഞാൻ തികഞ്ഞമായിട്ടല്ല ഇതൊന്നും പറയുന്നത്, പക്ഷേ എൻ്റെ ഹൃദയം വാഞ്ചിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇനിയൊരു അവസരത്തിൽ പറയാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാം മറന്ന് യേശുവിനെ സ്നേഹിക്കുക, എല്ലാം മറന്ന് യേശുവിൻ്റെ പിന്നാലെ പോവുക, എല്ലാം മറന്ന് യേശുവിന് വേണ്ടി ജീവിതം ചെലവഴിക്കുക. എല്ലാം മറന്ന്, എല്ലാം ആകെ ഓർക്കാൻ യേശു മാത്രം. യേശുവേ നിന്നെ മാത്രം നോക്കി ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. തീരുമാനമെടുക്കാമോ നിങ്ങൾക്ക്? യേശുവേ ഇനി പാവത്തിലേക്കില്ല, ഇനി ഞാൻ പഴയ മനുഷ്യനായിരിക്കുകയില്ല. യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായിരിക്കും. വന്നുപോയി തെറ്റുകളിൽ എന്നോട് ക്ഷമിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ പ്രിയപ്പെട്ടവരെ? കർത്താവിൻ്റെ കരകളിലേക്ക് നിങ്ങൾ കൊടുക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എഴുത്ത് വന്നിട്ടുണ്ട്, തൊട്ടരിത്ത് നിൽക്കുന്നുണ്ട്. യേശുവിനോട് നിങ്ങൾ രഹസ്യമായി പറയുക, കർത്താവേ ഞാൻ നിന്നുകൊള്ളാം, കർത്താവേ ഞാൻ പാവമില്ലാതെ ജീവിച്ചു കൊള്ളാം, കർത്താവേ ഞാൻ ഇനി പുതിയ മനുഷ്യനായി ജീവിച്ചു കൊള്ളാം, കർത്താവേ. യേശുവിനോട് നിങ്ങൾ പറയൂ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ്റെ ഉടയവനായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുസാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. അറിയിക്കാത്ത അനുഗ്രഹങ്ങളെല്ലാം തരുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ബലഹീനരും നിസ്സാരരുമായി ഞങ്ങളോട് കണ്ടു തോന്നിയതിനായി നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവ് തൊട്ടതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ കർത്താവേ. ഈ സ്നേഹത്തിൻ്റെ ആകർഷണത്തിൽ തന്നെ ഈ മക്കളെല്ലാവരും നിൽപ്പനടയാക്കണമേ. എല്ലാവരെയും കൃപയിൽ പുതിയും ഭവനങ്ങളിൽ സമാധാനം നൽകുകയും ചെയ്യണമേ. രണ്ടാമത്തെ വരനുടെ എല്ലാവരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.